ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമിക്സ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഡേ 4 ആണെന്ന് നമ്മൾ ആദ്യത്തെ 3 ദിവസത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ 4ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ വേണ്ട കുറച്ച് ബേസ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബേസ് ആയിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇപ്പം നിലവിൽ ഞാൻ ചെയ്യണത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ ചോദിക്കാം, സാറേ ഫ്രാക്ഷൻ എടുക്കണില്ലേ, ഏജന്റ് എടുക്കണില്ലേ? അതൊക്കെ നമ്മൾ എന്തായാലും എടുക്കും. ഓക്കെ, അതായത് ഒരു 18ാമത്തെ ദിവസം അല്ലെങ്കിൽ എന്താ പറയാ ഒരു 14ാമത്തെ 13ാമത്തെ ദിവസമാകുമ്പോഴും അത്രയൊന്നും എത്തണ്ട, ഒരു 10ാമത്തെയോ 8ാമത്തെ ദിവസമാകുമ്പോഴത്തേനും നമ്മൾ എന്ത് വരും, ആ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ എടുക്കണതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ നല്ലോണം മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ വീണ്ടും പറയാണ്. മനസ്സിലാകുന്നില്ല എന്നെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ എന്നോടൊന്ന് പറയാം, ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറയാം. അപ്പൊ ഏത് ബാച്ചാണെന്നും പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് തരാം എപ്പോ വരണം എന്നുള്ളത്. കുറച്ചുകൂടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ഇട്ട് ഇട്ടുതരാം. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട് മനസ്സിലാവില്ലേ അതും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ചോദ്യം വീണ്ടും വായിക്കുകയാണ് ഞാൻ. നമുക്ക് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക, 2 ഐറ്റംസ്. ഞാൻ വീണ്ടും പറയാണ്, 2 ഐറ്റംസ്. ഇവിടെ 2 ഐറ്റംസ് നമുക്ക് നോക്കാം. ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് പെൻസിൽ. ഓക്കെ, ഇവിടെ 2 ഐറ്റംസ് ആരാ, പേനയും പെൻസിലും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം. ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees. അതായത് പ്രൈസ് ഓഫ് എ പെൻ, ഇതിന്റെ അർത്ഥം ഒരു പേന. ഓക്കെ, ദെൻ പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിൽ. ഇതിനെ രണ്ടും വാങ്ങിയപ്പോൾ 24 രൂപയായിട്ടുള്ളൂ. ഓക്കെ, അടുത്ത സെന്റൻസ് വായിക്കണം. അതിനു മുമ്പ് ആ ഒരു സെന്റൻസിൽ ഇക്വേഷൻ എഴുതി ഇപ്പൊ തന്നെ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സെന്റൻസ് വായിക്കാം. ഓക്കെ, ചോദ്യം കേട്ടോടാ, ചോദ്യമല്ല ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ആ പ്രൈസ് ഓഫ് എ പെൻ, പെന്നിന്റെ വിലക്ക് ഞാൻ എക്സ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ പെൻസിലിന്റെ വിലക്ക് ഞാൻ വൈ കൊടുക്കും. പെന്നിന് എക്സ് കൊടുത്തു, പെൻസിലിന് വൈ കൊടുത്തു. അപ്പൊ എ പെൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ, ഒരെണ്ണം, ഒരു പേന. എ പെൻസിൽ എന്ന് പറഞ്ഞാലോ ഒരു പെൻസിലല്ലേ അവിടെ ഉള്ളൂ, അതിനൊപ്പം വേറെ ആഡ് ചെയ്യണില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഇക്വേഷൻ എഴുതാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. അതെന്താ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24 എഴുതിയ സാറേ? ആലോചിക്കും, ഒരു പേനയുടെ വില എക്സ്, ഒരു പെൻസിലിന്റെ വില വൈ. ആദ്യം എത്ര പേനയുണ്ടെന്ന് 2 പേനോ 3 പേനയോ ഒന്നും പറഞ്ഞില്ല. എ പെൻ, അതിനർത്ഥം ഒരു പേനയേ ഉള്ളൂ, ഒരു പേനയുടെ വില എക്സ് ആണെന്ന് നമ്മൾ കൊടുത്തു, വൈ കൊടുത്തു. വൈ എന്താ, പെൻസിലിന്റെ വില, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. നോക്കാം, ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസ്, 2 പെൻസിൽസ്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. എ പെൻ, അതായത് എ പെൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ, എക്സ് പ്ലസ് 2 പെൻസിൽ, പെൻസിലിന്റെ വില വൈ ആണ്. അപ്പൊ 2 പെൻസിൽ 2y ഈക്വൽ ടു 30. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എപ്പോഴേ ഇവിടെ തോന്നി കേട്ടോട്ടാ, നമ്മൾ എപ്പോഴും എന്തായാലും ഞാൻ ഈ ഇക്വേഷൻ എടുത്ത് എഴുതാൻ പോണ്. ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതുമേ വലിയ ഇക്വേഷൻ നിന്ന് ചെറിയ ഇക്വേഷൻ ആദ്യം എഴുതാം. കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം, വലിയ ഇക്വേഷൻ നിന്ന് ചെറിയ ഇക്വേഷൻ എഴുതാം. അപ്പൊ ആലോചിക്കും, ഈ വലിയ ഇക്വേഷൻ എങ്ങനെ മനസ്സിലാക്കും? ഈക്വൽ ടുന്റെ അപ്പുറത്ത് ആരാണോ വലുത് അതിന് വലിയ ഇക്വേഷൻ ആയിട്ട് കൂട്ടാം. ഈക്വൽ ടുന്റെ അപ്പുറത്ത് ആരാണോ വലിയ നമ്പർ, ഇവിടെ നോക്കി 24 30, ആരാണ് വലുത്? 30 ആണ്. അപ്പൊ വലിയ ഇക്വേഷൻ എന്ത് കിട്ടും? 30 കിട്ടും. അപ്പൊ ഞാൻ അതിന് ആദ്യം എടുത്തിട്ടുണ്ട്, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 30, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. നിങ്ങൾ തീരുമാനിക്കണം, കുറയ്ക്കണോ കൂട്ടണോ? കുറയ്ക്കാണ് ചെയ്യാറ്. അപൂർവം ചില നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. കുറയ്ക്കും. കണ്ടീഷൻ എന്തായിരിക്കണം? മുകളിലത്തെ ടൈമും താഴത്തെ ടൈം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എക്സ് ഉണ്ട്, താഴെ എന്തുണ്ട്? എക്സ് ഉണ്ട്, സെയിം ആണ്. അപ്പൊ കുറയ്ക്കാം. 30 ൽ 24 കുറച്ച് കഴിഞ്ഞാൽ 6, ശരിയല്ലേ? 2 വൈയിൽ നിന്ന് ഒരു വൈ കുറച്ചാൽ 2 വൈയിൽ നിന്ന് ഒരു വൈ കുറച്ച് കഴിഞ്ഞാൽ വൈ. ഓക്കെ, വൈ എക്സ് 0, വൈ ഈക്വൽ ടു 6. എക്സ് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഒരു ഇക്വേഷൻ എടുത്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24, then എക്സ് പ്ലസ് 6 ഈക്വൽ ടു 24, then എക്സ് ഈക്വൽ ടു 24 മൈനസ് 6, then എക്സ് ഈക്വൽ ടു 18. ഓക്കെ, അതായത് പെന്നിന് 18ഉം പെൻസിലിന് എത്ര? 6. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ ചോദ്യം എന്ന് പറയുന്നത്. 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, വലുതായിട്ടൊന്നുമില്ല അല്ലേ? അപ്പൊ കുഞ്ഞു ചോദ്യങ്ങളാണ് ചെയ്ത് വലിയ ചോദ്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഭാരമില്ലാണ്ട് പോകാന്ന് അർത്ഥം. ഓക്കെ, വീണ്ടും ഞാൻ ഇതിപ്പോ വലിയ സമയമൊന്നുമില്ല, ഒരു 3-4-5 മിനിറ്റ് ഉള്ളൂ ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഭാഗവും, ആ ചാപ്റ്റർ എല്ലാ ഭാഗവും മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ 4 കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും ഞാൻ വരും, ഡേ 5 ആയിട്ട് വരും. എല്ലാവരും ഇതേപോലെ തന്നെ അന്നു എടുക്കണം, അന്നു തന്നെ പഠിച്ചു പോവാം. അതിന് ഒരുപാട് എടുക്കണില്ല, ഒരു ദിവസം ഒരു ചോദ്യം. അപ്പൊ പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു, ബൈ.